നിങ്ങളെ വീട്ടിലേക്ക് കുറച്ച് ജീവനുള്ള ബൊമ്മക്കുട്ടികളെ തരട്ടെ, കുറച്ച് ഇങ്ങനെ പഞ്ഞിക്കെട്ടുകളെ തരട്ടെ. അപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയുള്ള വളരെ മനോഹരമായിട്ടുള്ള, എന്ന് വെച്ചാൽ ഇവരൊന്നും വലിയ ക്യാറ്റ്സ് അല്ല കേട്ടോ, പൂച്ചക്കുഞ്ഞുങ്ങളല്ല, ഡോഗ്സ് ആണ്. അപ്പോൾ പപ്പീസാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മളെ വീട്ടിലൊരു സന്തോഷം പ്രൊവൈഡ് ചെയ്യുന്ന, നമുക്കൊരു കുഞ്ഞായിട്ടും നമ്മുടെ ഒരു കമ്പാനിയനായിട്ടൊക്കെ വീടിൻ്റെ ഉള്ളിൽ ഒരു മെമ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ബ്രീഡുകളെ നോക്കുവാണെങ്കിൽ ഇത് നിങ്ങളൊന്ന് പ്രിഫർ ചെയ്തോ. പൂഡിൽ നിന്നാണ് ഈ ഒരു ബ്രീഡിൻ്റെ പേര്. അപ്പോൾ ഇത്രയും കളർ വെറൈറ്റീസ് ഉണ്ട്. ഇതുണ്ടോ, ഇതൊരു കളറാണ്. അപ്പോൾ ആക്ച്വലി ഇവൻ്റെ ചെവിയുടെ കളർ വേറെ കുറച്ച് അവിടെ കണ്ടോ, വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറുണ്ട്. ഏറ്റവും രസമായിട്ടുള്ള കളർ ഇതാട്ടോ. ഇത് 1-2 ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര ഭംഗിയായിരിക്കും. കുഞ്ഞു ചെമ്മരിയാടുകൾ ഇങ്ങനെ ഓടിക്കളിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. ഇതുണ്ടോ, ഇത് ഒരു റെഡിഷ് ടാൻ കളറാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്കിനെ കണ്ടോ. ആക്ച്വലി ഇതൊക്കെ ഒരേ ബ്രീഡുകളാണ്, പൂഡിൽ എന്ന് പറയുന്ന ബ്രീഡുകളാണ്. നമ്മുടെ വീട്ടിൽ ഡോഗ്സിനെയൊക്കെ വളർത്തുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ, നമുക്ക് ചില ആളുകൾക്ക് ഡോഗ്സിനെ പറ്റത്തില്ല. ഡോഗ് വളർത്തി കഴിഞ്ഞാൽ അവർ എപ്പോഴും സ്നീസ് ചെയ്തുകൊണ്ടിരിക്കും, ഇതിൻ്റെ ഹെയർ ഒക്കെ തട്ടിയിട്ട് എപ്പോഴും സ്നീസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ബ്രീഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഹൈപ്പോ അലർജനിക് എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട് അല്ലേ? അതെ, ഇവർ അലർജി ഇഷ്യൂസ് ഉണ്ടാവില്ല. ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും വികൃതി ഇവർ രണ്ടുപേരും കേട്ടോ, ഏറ്റവും വികൃതി ഇവർ രണ്ടുപേരാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ ഈ ഒരു ക്യൂട്ട്നെസ്സും അതിൻ്റെ കൂടെ കുറച്ച് കുറുമ്പത്തരമൊക്കെ ചെറുപ്പത്തിൽ വേണമല്ലോ, എന്നാലുള്ള ഒരു ഉഷാറുണ്ടാവുള്ളൂ നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള 2 ആൾക്കാരാണ് ഇവർ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ബ്രീഡാണ്. അപ്പം ഇവരെ പ്രായം എത്രയാ? ഇതിലിപ്പോ 2 ബാച്ചിലുള്ള പപ്പീസാണ്. അതിലിപ്പോ 2.5 months ആയവരുണ്ട്, 2 months ആയവരുണ്ട്. ഇതിപ്പോ 2.5 മാസം ആയതാണ് എന്റെ കയ്യിലുള്ള. 2.5 മാസം 2 മാസം. ഇത് 2.5 മാസം, ഇത് 2 മാസം. അതിലും കുഞ്ഞുങ്ങളുണ്ടല്ലോ? ഇല്ല, ഇവൻ കുറച്ചും കൂടി കോമ്പാക്ട് സൈസ് ആണ്. ഇവനും ആള് 2 മാസം കഴിഞ്ഞതാണ്. 2 മാസം കഴിഞ്ഞാണ്. ഒരേ വലിപ്പത്തില് 2 പ്രായം അല്ലേ? അതായത് വലിപ്പം എന്ന് പറയുന്നത് ഒരു മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ. അത് കുറച്ചും കൂടി കോമ്പാക്ട് ഇൻ സൈസ് എന്നേ ഉള്ളൂ. ഈ പൂഡിൽ തന്നെ മിനിയേച്ചർ സൈസ് ഒക്കെ വരുവാണെങ്കിൽ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതാകും തോറും ആളുകൾക്ക് വളർത്താനും താല്പര്യം. നമ്മുടെ എല്ലാം ടോയ് പൂഡിൽസ് ആണ്. ഇതും ടോയ് പൂഡിലാണ്, ഇതും ടോയ് പൂഡിലാണ് അല്ലേ? ഇതിനേക്കാളും ചെറിയ സൈസേ ഇവർ വരത്തുള്ളൂ. ഇതിനേക്കാളും കുറച്ചുകൂടി ചെറിയ സൈസായി വരത്തുള്ളൂ. അവൻ കമ്പാരിറ്റീവ്ലി ഒരു 10 to 10.5 ഇഞ്ച് വരെയൊക്കെ വന്നാൽ ഇവനൊരു 10 ഇഞ്ച് താഴെ ഉണ്ടാവുള്ളൂ. കുഞ്ഞന്മാരാണ്, ഇത് കുഞ്ഞന്മാരാണ് കുറച്ചുകൂടെ. അപ്പൊ ഇത് ബ്ലാക്ക് കളറ്, ഇത് റെഡിഷ് ടാൻ കളറ്, അതുപോലെ തന്നെ ഈ കളറിന് എന്താ പറയാ? ഇത് ഓഫ് വൈറ്റ്, ക്രീം കളർ എന്നും പറയും. ഓഫ് വൈറ്റ്. അപ്പം വീട്ടില് നമുക്ക് ഫുഡ് എക്സ്പെൻസസ് ഒക്കെ വളരെ കുറവാണ് ഈ ഒരു ബ്രീഡിനെ വളർത്തുമ്പം. ചെറിയ ബ്രീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ബ്രീഡാണ്. അത്യാവശ്യം ബുദ്ധിയുള്ള ബ്രീഡാണ്. കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ ഓടി നടക്കാനും അവർക്ക് കുറച്ച് സന്തോഷം പകരാനും ഒക്കെ പറ്റുന്ന ഒരു ബ്രീഡാണ്. ഈ പപ്പീസിന്റെ ഫാദർ എന്ന് പറയുന്നത് ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ, റഷ്യക്കാരനാണ്. അതെ, റഷ്യക്കാരനാണ്, ഇന്ത്യക്കാരനല്ല. ഫാദർ റഷ്യൻ മെയിലാണ്, ഫേമസ് മെയിലാണ്. അപ്പൊ മദറിന്റെ കേസോ? മദർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലൈനേജിൽ വരുന്ന, ഇമ്പോർട്ടന്റ് തന്നെ ഗ്രാൻഡ് ലൈൻസിൽ വരുന്ന മദേഴ്സ് ആണ്. അത് 2-3 ലൈനിൽപ്പെട്ട മദേഴ്സിന്റെ എല്ലാം പപ്പീസ് ആണ് ഇത് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാം വിത്ത് പേപ്പർ അല്ലേ? എല്ലാം KCA സർട്ടിഫൈഡ് ആണ്. അപ്പോൾ പപ്പീസിന്റെ ക്വാളിറ്റിന്റെ കാര്യത്തിലും പേടിക്കണ്ട, പപ്പീസിന്റെ ക്യൂട്ട്നെസിന്റെ കാര്യത്തിലും പേടിക്കണ്ട കേട്ടോ. നമ്മുടെ ഒരു ബ്രീഡിങ്ങിലെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഈ കെനൽ ബ്രീഡിങ്ങിനോട് ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ഞങ്ങൾ ഇൻ ഹൗസ് വീടിനകത്ത് ബ്രീഡ് ചെയ്യുന്നതാണ്. കാരണം ഇവരെല്ലാം ബേസിക്കലി ടോയ് ബ്രീഡ്സ് ആണല്ലോ. അപ്പൊ ഇവര് വളർന്നു വരുന്നത് എങ്ങോട്ടാണ്? വീട്ടിലോട്ട് തന്നെയാണ്. അപ്പോ എന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ജനിക്കുമ്പോ തൊട്ട് ഇവരൊരു വീടിന്റെ അകം അന്തരീക്ഷം കണ്ടു വളരണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കെനൽ പോലെയല്ല ഇവര് ബ്രീഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീടിന്റെ അകത്ത് വീടിന്റെ ഉള്ളിൽ ഒരു നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ വളർന്ന അത്രേ ഉള്ളൂ. കൊണ്ടുപോകാൻ. അതെ. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കണ്ണ് തുറക്കുമ്പോഴത്തേക്കും ഇവര് കാണുന്ന 2 അമ്മമാരെയാണ്. ഒന്ന് ഇവരുടെ സ്വന്തം അമ്മേനെയും പിന്നെ എന്റെ അമ്മേനെയും. അപ്പൊ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് കണ്ണ് തുറക്കുന്ന ആ ഫസ്റ്റ് ഡേ തൊട്ട് ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു ഹോം അഡാപ്റ്റീവ് ആവാൻ വളരെ കാപ്പബിൾ ആയിട്ടാണ് നമ്മൾ നമ്മുടെ പപ്പീസിനെയും ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവരുന്നത്. എല്ലാ വീടുകളായിട്ടും പെട്ടെന്ന് അഡാപ്റ്റ് ആവും. പുതിയ ഓണേഴ്സ് ആയിട്ടുവാണെങ്കിലും പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും. അതെ. ഈ ക്യൂട്ട് പപ്പീസിനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പപ്പീസിനൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, പൂഡിലെ പപ്പീസ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ക്യൂട്ട് ടോയ് ബ്രീഡ്സിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു കോൺടാക്ട് നമ്പർ മേലെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്തോ. അപ്പോൾ ഫാദറിന്റെയും മദറിന്റെയും പപ്പീസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഫാദറിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരും. നല്ല ഭംഗിയുള്ള കിഡിലൻ കുഞ്ഞുങ്ങളേടാ. ഉമ്മാർ എവിടത്തേക്കൊക്കെയാണോ പോകുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷേ അടിപൊളി പപ്പീസ് ആട്ടോ. ഈ കളറാട്ടോ കുറച്ചുകൂടി രസം കാണുമ്പോൾ കേട്ടോ. വെയിലത്ത് കാണുമ്പോൾ ഈ കളർ കുറച്ചും കൂടി നേരിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ കളർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഓക്കെ, ശരിക്കും ചെമ്മരിയാട് നിൽക്കുന്ന പോലെയല്ലേ?